നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. രാജസ്ഥാൻ റോയൽസും മുംബൈ ഇന്ത്യൻസും തമ്മിൽ ഇന്ന് രാജസ്ഥാനിലെ ജയ്പൂരിൽ വെച്ച് ഏറ്റുമുട്ടുകയാണ്, സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ. അതിങ്ങനെ വീണ്ടും എടുത്തു പറയാനുള്ള കാരണം ഇത് RRന്റെ അവിടുത്തെ അവസാന മത്സരമാണ്. ലീഗ് ഘട്ടത്തിലെ അവസാന മത്സരമാണ് വരാൻ പോകുന്നത്. ജയ്പൂരിനോട് അവർ വിട പറയുകയാണ്. അപ്പോൾ വിജയിച്ചുകൊണ്ട് തന്നെ അത് അവസാനിപ്പിക്കാനായിരിക്കും സഞ്ജു സാംസണും സംഘവും ശ്രമിക്കുക. എന്നാൽ മുംബൈ ഇന്ത്യൻസ് അങ്ങനെയല്ല. അവർ വിജയവഴിയിലേക്ക് തിരികെ എത്തിയിട്ടുണ്ട്. ഇടക്ക് ഒന്ന് ആദ്യത്തെ കളികൾ തോറ്റതിന് ശേഷം പിന്നെ വാങ്കഡയിൽ വിജയിച്ചു വന്നു. പിന്നെ CSK വീണ്ടും പണി കൊടുത്തു. എങ്കിലും വീണ്ടും വിജയിച്ചുകൊണ്ട് അവർ തിരിച്ചുവരവിൻ്റെ പാതയിൽ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ രാജസ്ഥാൻ റോയൽസിനെ നേരിടുമ്പോൾ ആദ്യം ഇവർ തമ്മിൽ ഏറ്റുമുട്ടിയത് ഓർമ്മയില്ല. വാങ്കഡയിൽ പോയിട്ട് ലോ സ്കോറിംഗ് മാച്ചിൽ പണി കൊടുത്തിട്ട് പോന്നതാണ് സഞ്ജുവും സംഘവും. അപ്പോൾ തിരിച്ച് പണി കൊടുക്കാൻ ഇന്ന് കഴിയുമോ ഹാർദിക് പാണ്ഡ്യയുടെ മുംബൈ ഇന്ത്യൻസിന് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇതിൽ രണ്ട് ടീമിനെയും നമ്മൾ എടുത്ത് നോക്കുമ്പോൾ രണ്ട് വ്യത്യസ്ത തലങ്ങളിലാണ് ഇവരുള്ളത്. ശക്തമായിട്ടുള്ള ബാറ്റിംഗ് നിര RRനുണ്ട്. മുംബൈയുടെ ബൗളിംഗ് ആണെങ്കിൽ പരിതാപകരമാണ്. എക്സെപ്റ്റ് ജസ്പ്രീത് ബൂംറയെ നമ്മൾ മാറ്റിവെച്ചാൽ എന്താണ് മുംബൈയുടെ ബൗളിങ്ങിൻ്റെ അവസ്ഥ? പരിതാപകരം. അപ്പോൾ സഞ്ജു സാംസൺ 276 റൺസാണ് ഈ സീസണിൽ ഇതുവരെ അടിച്ചത്. 155.05 സ്ട്രൈക്ക് റേറ്റിൽ. റിയാൻ പരാഗ് 318 റൺസാണ് അടിച്ചത്. 161.42 സ്ട്രൈക്ക് റേറ്റിൽ. ജോസ് ബട്ട്ലർ 250 റൺസാണ് അടിച്ചത്. 147.92. ഈ 3 പേര് മാത്രം ചേർന്ന് 884 റൺസ് കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയുള്ളൊരു ബാറ്റിംഗ് നിരക്കെതിരെ ബൂംറയെ മാത്രം വെച്ചുകൊണ്ട് പോവാൻ മുംബൈ ഇന്ത്യൻസിന് കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അവർക്ക് മികവിലേക്ക് എത്തേണ്ടതുണ്ട്. ബൂംറയുടെ കാര്യം നമുക്കറിയാം. അദ്ദേഹം എക്സെപ്ഷണലി വെല്ലായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 5.96 ഇക്കണോമിയിൽ 13 വിക്കറ്റുകൾ അദ്ദേഹം എടുത്തു കഴിഞ്ഞു. പിന്നെ ജെറാൾ കോട്സിയാണുള്ളത്. കോട്സിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കഴിഞ്ഞ കളിയിൽ നന്നായി ബൗൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ റണ്ണ് ലീക്ക് ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇക്കണോമി 9.92 ആണ്. ബാക്കിയുള്ള സീമേഴ്സിൻ്റെ കാര്യം ഇപ്പം ഹാർദിക് ബൗൾ ചെയ്യുന്നുണ്ട്, അതുപോലെ മധുവാൾ ബൗൾ ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള സീമേഴ്സിനെ ഒക്കെ നമ്മൾ നോക്കുമ്പോൾ ഡിസപ്പോയിൻറ്റിംഗ് ആണ്. മൊത്തത്തിൽ അവരുടെ ഓവറോൾ ഇക്കണോമി റേറ്റ് എന്ന് പറയുന്നത് 10.11 ആണ്. ഒട്ടും ശുഭകരമല്ല. ഹാർദിക്കും മധുവാളും കൂടി ബൗൾ ചെയ്തിട്ട് 11 റൺസ് ആൻഡ് ഓവർ എന്ന രൂപത്തിലാണ് റണ്ണ് വിട്ടുകൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ പീയൂഷ് ചാവളയ്ക്ക് പകരം ശ്രേയസ് ഗോപാലിനെ കൊണ്ടുവന്നെങ്കിലും വേണ്ടത്ര ഒരു മികവിലേക്ക് അദ്ദേഹം എത്തിയിട്ടില്ല. നബിയെ വേണ്ട വിധത്തിൽ അവർ ബൗളിങ്ങിന് ഉപയോഗപ്പെടുത്തുന്നതുമില്ല. ചുരുക്കത്തിൽ ബൗളിങ്ങിൽ പ്രശ്നങ്ങളുണ്ട് മുംബൈ ഇന്ത്യൻസിന്. അത് ഇന്ന് പരിഹരിച്ചില്ലെങ്കിൽ നല്ല രൂപത്തിൽ പണി കിട്ടും. ഓൺ പേപ്പർ റോയൽസ് തന്നെയാണ് ഈ കളിയിലെ ഫേവറേറ്റ്സ് എന്ന് നമ്മൾ പറയേണ്ടി വരും. എന്നാൽ മറുഭാഗത്ത് മികച്ച ബാറ്റർമാരുണ്ട്, സംശയിക്കേണ്ട. സൂര്യകുമാറൊക്കെ മിന്നുന്ന ഫോമിലാണ്. സൂര്യയുടെ കളി എന്ന് പറഞ്ഞാൽ ഒരു ഡക്ക് 50 അങ്ങനെയാണ് ഇപ്പോൾ പോയിട്ടുള്ളത്. അപ്പോൾ സംഗതി വെച്ച് നോക്കുമ്പോൾ ഇന്ന് ഡക്കാവുമെന്നൊന്നും ആരും പ്രവചിക്കേണ്ടതില്ല. അതിലൊന്നും അർത്ഥമില്ലല്ലോ. ഇന്ന് നല്ല രൂപത്തിലുള്ളൊരു പെർഫോമൻസ് അദ്ദേഹത്തിൽ നിന്ന് വന്നാൽ തന്നെ അത് രാജസ്ഥാൻ റോയൽസിന് പടിയാവും. പിന്നെ ഹിറ്റ്മാനും അതുപോലെ ഇഷാൻ കിഷനും ഒക്കെ നല്ല ഫോമിൽ തന്നെയാണ് കളിക്കുന്നത്. നല്ല റൺസ് വരാനുള്ള സാധ്യത അവരുടെ ബാറ്റർമാരിൽ നിന്നുണ്ട്. പക്ഷേ ട്രെന്റ് ബോൾട്ടിനെ പോലെ അവരെ നന്നായിട്ട് അറിയാവുന്ന ഒരു താരത്തിൻ്റെ ഭീഷണി മറികടക്കണം. എന്തായാലും രണ്ട് ടീമിൻ്റെയും ഇമ്പാക്റ്റ് പ്ലെയർ സ്ട്രാറ്റജിയും ടീം ന്യൂസും ഒക്കെ ഒന്ന് എടുത്ത് നോക്കുമ്പോൾ രാജസ്ഥാൻ റോയൽസ് യശസ്വി ജയ്സ്വാളിനെയോ ജോസ് ബട്ട്ലറെയോ സബ് ചെയ്തുകൊണ്ട് കുൽദീപ് സെന്നിനെ ഇമ്പാക്റ്റ് പ്ലെയർ ആയിട്ട് ഇറക്കും. അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ സന്ദീപ് സിംഗിന് ഇതുവരെ പൂർണ്ണമായിട്ടും അദ്ദേഹം ഫിറ്റായി എന്ന തരത്തിലുള്ള വാർത്തകളൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ സന്ദീപ് സിംഗ് അല്ല, സന്ദീപ് ശർമ്മയുടെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസിൻ്റെ കാര്യത്തിൽ ഇതുവരെ പൂർണ്ണമായിട്ടൊരു വിവരം ലഭിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് കുൽദീപ് സെന്ന് തന്നെ കളിക്കാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ അവരുടെ പ്രോബിൾ 12ലേക്ക് പോയ യശസ്വി ജയ്സ്വാളിൻ്റെ കാര്യത്തിലൊരു ആശങ്ക എന്ന് പറഞ്ഞാൽ ഇതുവരെ കളിച്ച കളികളിൽ ഒറ്റ കളിയിലൊഴികെ ബാക്കി കളികളിലൊക്കെ അദ്ദേഹം പവർ പ്ലേയിൽ തന്നെ ഔട്ടായിട്ടുണ്ട്. ടെസ്റ്റ് മത്സരത്തിലൊക്കെ നല്ല ഫോമിൽ കളിച്ചിട്ടുള്ളയാളാണ്. പക്ഷെ IPL വന്നപ്പോൾ അദ്ദേഹത്തിന് ആ മൊമെൻറ്റം ക്യാരി ചെയ്യാൻ പറ്റുന്നില്ലേ എന്നുള്ളൊരു സംശയം എപ്പോഴുണ്ട്. ജയ്സ്വാൾ കൂടി ഫോമായാൽ പിന്നെ RRനെ പിടിച്ചു കെട്ടുക വലിയ ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും
ജയ്സ്വാൾ എന്നും കളിക്കും. ഒപ്പം ജോസ് ബട്ട്ലർ ഉണ്ടാകും. സഞ്ജു സാംസൺ നമ്പർ 3-ൽ, നമ്പർ 4-ൽ റിയാൻ പരാഗ്, ദെൻ ഷിംറോൺ ഹെറ്റ്മയർ, ധ്രുവ് ജുറല്, റൗമൻ പവല്, രവി അശ്വിന്, ട്രെൻ ബോൾട്ട്, ആവേശ് ഖാൻ, കുൽദീപ് സെൻ, ദെൻ യശ്വേന്ദ്ര ചാഹൽ. അപ്പം കുൽദീപോ ചാഹലോ ഒക്കെ ഇമ്പാക്റ്റ് പ്ലെയറുടെ റോളിൽ വരും. കുൽദീപ് സെൻ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ യശസ്വി ജയ്സ്വാളിനെയോ അല്ലെങ്കിൽ ബട്ട്ലറെയോ മാറ്റിക്കൊണ്ടായിരിക്കും അദ്ദേഹം വരിക. ബോൾ ചെയ്യുന്ന ഘട്ടത്തിൽ ആ ബോളർ ഉണ്ടാകും. ബാറ്റ് ചെയ്യാൻ വേണ്ടി ഇവരിൽ ആരെയാണോ പ്ലേയിങ് ലെവലിൽ ഉൾപ്പെടുത്താത്തത് ആ ബാറ്റർ വരികയും ചെയ്യും. ഇനി മുംബൈ ഇന്ത്യൻസിൻ്റെ കാര്യത്തിലേക്ക് പോകുമ്പോൾ സൂര്യ ഇഞ്ചുറിയിൽ നിന്ന് മടങ്ങി വന്ന് നന്നായിട്ട് കളിക്കുന്നു. അപ്പോൾ ഇമ്പാക്റ്റ് പ്ലെയറായിട്ട് ആകാശ് മധുവാളിനെ ഉപയോഗപ്പെടുത്തുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യം. പ്രോബൽ 12-ലേക്ക് വന്നാൽ ഇഷാൻ കിഷൻ, രോഹിത് ശർമ്മ, സൂര്യകുമാർ യാദവ്, ഹാർദിക് പാണ്ഡ്യ, തിലക് വർമ്മ, ടിം ഡേവിഡ്, മുഹമ്മദ് നബി, റൊമാരിയോ ഷെഫേർഡ്, ശ്രേയസ് ഗോപാൽ, ജസ്പ്രീത് ബുംറ, ജറാൽ കോട്സി. നമ്പർ 12-ൽ ആകാശ് മധുവാൾ. സൂര്യകുമാർ യാദവിനെ സബ് ചെയ്തുകൊണ്ട് ബൗൾ ചെയ്യാൻ വേണ്ടി ആകാശ് മധുവാളും. അതല്ല, ഇനി ആദ്യം ബൗൾ ചെയ്യുകയാണെങ്കിൽ ആകാശ് മധുവാൾ പ്ലേയിങ് ലെവലിൽ ഉണ്ടാകും. അദ്ദേഹത്തെ സബ് ചെയ്തുകൊണ്ട് സൂര്യയും ഇറങ്ങാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. ചുരുക്കത്തിൽ നല്ല ഒരു പോരാട്ടത്തിനുള്ള കണ്ടീഷൻസ് ഒക്കെ ഒരുങ്ങിയിട്ടുണ്ട്. സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിലെ മത്സരങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടുത്തെ ആവറേജ് സ്കോർ നമ്മൾ പ്രതീക്ഷിക്കുന്നത് 190 എന്ന രൂപത്തിൽ തന്നെയാണ്. 193, 185, 196 ഇങ്ങനെയൊക്കെയാണ് സ്കോറുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബാറ്റിംഗ് ഫ്രണ്ട്ലി ഗ്രൗണ്ടാണ്, പിച്ചാണ്. പക്ഷേ സ്പിന്നേഴ്സിന് അസിസ്റ്റൻസ് ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്തായാലും സഞ്ജുവും സംഘവുമാണ് ഇതിലെ ഫേവറിറ്റ്സ്. മുംബൈ ഇന്ത്യൻസിന് അവർ പണി കൊടുക്കുമോ? കാത്തിരിക്കാം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.